കിനാനൂർ ഗവൺമെന്റ് LP സ്കൂളിന് പുതിയൊരു കെട്ടിടം കൂടി വരുന്നു. 1.5 കോടിയോളം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ പ്രവൃത്തിക്ക് തുടക്കം കുറിച്ച് മണ്ഡലം MLA E. ചന്ദ്രശേഖരൻ ശിലാസ്ഥാപന കർമ്മം നടത്തി. This news sponsored by ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. 2030 125 വർഷത്തിന്റെ പാരമ്പര്യ പെരുമയിലേക്കെത്തുന്ന കിനാനൂർ ഗവൺമെന്റ് LP സ്കൂളിന് കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തിയാണ് പുതിയ കെട്ടിടം അനുവദിച്ചത്. 1.5 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഈ ഇരുനില കെട്ടിടത്തിന്റെ പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് വൻ ജനാവലിയെ സാക്ഷിയാക്കി മണ്ഡലം MLA E. ചന്ദ്രശേഖരൻ ശിലാസ്ഥാപന കർമ്മം നടത്തിയത്. ആരാണ് ഇതിൻ്റെ പ്രവൃത്തി ഏറ്റെടുത്തത് എന്ന് അന്വേഷിക്കുകയായിരുന്നു. പ്രവൃത്തി ഏറ്റെടുത്തത് വ്യക്തിയാരി എന്നതല്ല പ്രശ്നം, സമയബന്ധിതമായി ഇത് പൂർത്തിയാക്കണമെന്നുള്ളതാണ്. കാരണം ഇതൊക്കെ പ്രവൃത്തി തക്ക സമയത്ത് നടന്നില്ലെങ്കിൽ ഇതിന് ചെലവ് കൂടും. ഇപ്പം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് 1.5 കോടി ഉറുപ്പിക അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ ടെൻഡർ എടുത്ത് വളരെ കുറഞ്ഞു, 1 കോടി. അതിൻ്റെ അർത്ഥം എന്താ അറിയാം? 50 ലക്ഷം ഉറുപ്പിക നമുക്കിവിടെ ചെലവാക്കാമായിരുന്നത് ചെലവാക്കാൻ കഴിയാതെ. ചടങ്ങിൽ കിനാനൂർ കരുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. രാജൻ അധ്യക്ഷനായി. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NT ശ്യാമള, വാർഡ് മെമ്പർ KP മധുസൂദരൻ, ചിറ്റാരിക്കാൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജസീന്ത ജോൺ, സ്കൂൾ PTA വൈസ് പ്രസിഡന്റ് പ്രകാശൻ, മദർ PTA പ്രസിഡന്റ് P. രമ്യ, വികസന സമിതി ഭാരവാഹികളായ K. കുമാരൻ, VV രത്നാവതി, K. രാജൻ, CV സുകേഷ് കുമാർ, കോലേരി രാഘവൻ, ജനാർദ്ദനൻ കക്കോൽ, SK ചന്ദ്രൻ, അധ്യാപകൻ കരുണാകരൻ കാനാവെട്ടിൽ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ PP രാജേഷ് സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് ശ്രീജിത്ത് മുണ്ടയാട്ട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.